കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു ഇഞ്ചമ്പുളിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് 2 കൂട്ടം ഇഞ്ചിയേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ഇഞ്ചമ്പുളി തയ്യാറാക്കാം. നുറുക്കി എടുത്തിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരണം ഇഞ്ചി. മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇഞ്ചി കുറച്ചേ ഉള്ളൂ. അല്ലെ ഇഞ്ചി മാത്രം ഇട്ട് നമുക്കൊരു ഇഞ്ചിമ്പുളി വെക്കാമായിരുന്നു. അപ്പോൾ ഞാൻ തേങ്ങ വറക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കണേ. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് ചൂടാക്കി. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഇഞ്ചിയും ഈ തേങ്ങയെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ തേങ്ങ വറുത്ത് അരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിനി ചൂടാറുമ്പോൾ ഇത് രണ്ടും കൂടെ അരച്ച് നന്നായിട്ട് എടുക്കാം. ഇഞ്ചിയും കൂടെ വറുത്തരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് വറക്കാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് പൊട്ടുവാണ്. ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂത്ത് വരണം. നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം. ഇട്ട് കൊടുക്കാം. വാളംപുളി പിഴിഞ്ഞത് വെച്ച് കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറുകിപ്പോയി.
വരുമ്പോഴത്തേക്ക് നമുക്ക് ഉരുണ്ട ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.